കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബുദ്ധിമാനായ മുല്ല നസ്രുദ്ദീൻ ഹോജയുടെ വളരെ രസകരമായ ഒരു കഥ കേട്ടാലോ. ഒരു ദിവസം ഹോജയ്ക്ക് വലിയൊരു പാത്രം ആവശ്യമായി വന്നു. അദ്ദേഹം നേരെ തന്റെ ധനികനും എന്നാൽ പിശുക്കനുമായ അയൽക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും ആ പിശുക്കൻ അയൽക്കാരൻ തന്റെ വലിയൊരു ചെമ്പുപാത്രം ഹോജയ്ക്ക് കടമായി നൽകി. 2 ദിവസത്തിനു ശേഷം ഹോജ ആ പാത്രം തിരികെ നൽകാനെത്തി. എന്നാൽ ആ വലിയ പാത്രത്തിനുള്ളിൽ അദ്ദേഹം ഒരു മനോഹരമായ ചെറിയ പാത്രം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അയൽക്കാരൻ ചോദിച്ചു, ഹോജ, ഇതെന്താണ്? ഞാൻ തന്നത് ഒരു വലിയ പാത്രം മാത്രമല്ലേ, ഇതിനുള്ളിൽ ഒരു ചെറിയ പാത്രം കൂടി ഉണ്ടല്ലോ. ഹോജ മറുപടി നൽകി, അയൽക്കാരാ, താങ്കളുടെ പാത്രം എന്റെ വീട്ടിൽ വെച്ച് പ്രസവിച്ചു. ആ പ്രസവത്തിലുണ്ടായ കുഞ്ഞാണ് ഈ ചെറിയ പാത്രം. കുട്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ താങ്കളായതുകൊണ്ട് ഞാൻ ഇതിനെയും കൂടെ കൊണ്ടുവന്നതാണ്. ഇത് കേട്ട അത്യാഗ്രഹിയായ അയൽക്കാരൻ മനസ്സിൽ വിചാരിച്ചു, ഹോജയ്ക്ക് ശരിക്കും ഭ്രാന്താണ്. പാത്രം പ്രസവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി. എങ്കിലും സൗജന്യമായി ഒരു ചെറിയ പാത്രം കൂടി കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ഹോജയെ ഒത്തിരി പുകഴ്ത്തി. 2 പാത്രങ്ങളും വാങ്ങിക്കൊണ്ട് അകത്തേക്ക് സന്തോഷത്തോടെ പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോജ വീണ്ടും അയൽക്കാരന്റെ അടുത്തെത്തി. ആ വലിയ പാത്രം ഒന്നുകൂടി കടം ചോദിച്ചു. ഇത്തവണ അയൽക്കാരൻ അതീവ സന്തോഷത്തോടെ വീണ്ടും പ്രസവിക്കുമെന്ന പ്രതീക്ഷയിൽ പാത്രം എടുത്തു നൽകി. എന്നാൽ ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഹോജ പാത്രം തിരികെ കൊണ്ടുവന്നില്ല. ഒടുവിൽ സഹികെട്ട അയൽക്കാരൻ ഹോജയുടെ വീട്ടിൽ നേരിട്ടെത്തി ചോദിച്ചു, ഹോജ, എന്റെ വലിയ പാത്രം എവിടെ? ദിവസങ്ങൾ കുറച്ചായില്ലേ നീ അത് കൊണ്ടുപോയിട്ട്? അത് വേഗം തിരികെ തരൂ. അപ്പോൾ ഹോജ വല്ലാതെ സങ്കടപ്പെട്ട് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ സുഹൃത്തേ, ഞാൻ അത് താങ്കളോട് എങ്ങനെ പറയും? ആ പാത്രം എന്റെ വീട്ടിൽ വെച്ച് കഠിനമായ പനി വന്ന് മരിച്ചുപോയി. എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇത് കേട്ട ഉടനെ അയൽക്കാരൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഹോജ, നീ എന്നെ വിഡ്ഢിയാക്കുകയാണോ? എവിടെയെങ്കിലും പാത്രം മരിക്കുമോ? വല്ല യുക്തിയുമുള്ള കാര്യം സംസാരിക്കേ. അപ്പോൾ ഹോജ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, ഒരു പാത്രത്തിന് പ്രസവിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അതിന് മരിക്കാൻ കഴിയില്ല? പ്രസവിച്ചപ്പോൾ താങ്കൾക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. അപ്പോൾ അത് മരിക്കാനും സാധ്യതയുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കണമായിരുന്നു. ഹോജയുടെ ഈ ചോദ്യത്തിനു മുന്നിൽ അയൽക്കാരന് മറുപടിയില്ലായിരുന്നു. തന്റെ അമിതാഗ്രഹം കാരണം വലിയ പാത്രം നഷ്ടപ്പെട്ടതോർത്ത് അദ്ദേഹം നാണം കൊണ്ട് തലകുനിച്ചു മടങ്ങിപ്പോയി. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത കഥയുമായി വീണ്ടും കാണാം. ബൈ.